ട്രെയിൻ എത്ര മണിക്കാ എത്തുന്നത്? അത് പറയാൻ പറ്റില്ല, എപ്പോ വേണേലും വരാം. കൃത്യം എത്ര മണിക്ക് എത്തുമെന്ന് ചെന്ന് ചോദിക്ക്. കറക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ വന്ന ശേഷം പറയാന്നാ പറഞ്ഞേ. ട്രെയിൻ എവിടെ വരെ എത്തിയെന്ന് നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്ക്. हेलो, कौन? हाँ, मैं जगदीश की बहन बात कर रही हूँ. हाँ बोलिए. ड्यू टू सम इंजन प्रॉब्लम आवर ट्रेन हैज स्टॉप्ड हियर. वो है क्या वहाँ पे? जगदीश, हाँ, ही इज प्लेइंग आउटसाइड. जम्मू से चलकर मुंबई सेंट्रल आने वाली जवानों की स्पेशल गाड़ी नंबर A2472 जम्मू तावी एक्सप्रेस अब प्लेटफॉर्म नंबर 5 पर आ रही है. अल्ला എന്താ ഇത്ര ലേറ്റ് ആയത്? അതാ ചേട്ടൻ ഇവിടെ ഇവിടെ ചേട്ടാ. മോനെ, എടി ദീപ്തി, ഹായ് ചേട്ടാ. how are you? Hey. എന്റെ മോന് സുഖമല്ലേ? എന്താ മോനെ കുറുന്താടി? അതൊന്നുമില്ലമ്മേ, നാട്ടിലേക്ക് വരൂല്ലേ, ചുമ്മാ ഒരു സ്റ്റൈല്. എടി 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 പൊടി. നീ ആ ബാഗൊക്കെ ഒന്നും ഇങ്ങോട്ട് തന്നെ. സമയം ഒട്ടുമില്ല, വേഗം വാങ്ങോട്ട്. മോനെ ബാഗ് പതുക്കെ പതുക്കെ. എന്താ ഇത്? നടക്ക് നടക്ക് നടക്ക്, വേഗം നടക്ക്. എടി വേഗം വാ. എന്താടി നീ ക്ഷീണിച്ചു പോയല്ലോ? അതെ, എന്റെ കൂടെ വന്നേ. എന്റെ അച്ഛൻ ഞാൻ വരുമല്ലേ? ആ ബാഗ് എടുത്ത് ഡിക്കിലിട. അകത്തേക്ക് കേറ്, കേറ് കേറ്. അങ്ങനെ മൂന്നാമത്തെ ഗിയർ ചേഞ്ച് കരോ. ഇത്രയും തിരക്ക് പിടിച്ച് എവിടേക്കാച്ചാ പോന്നെ? അറിയില്ല? നിനക്കൊന്നും അറിയില്ല? നിനക്ക് പെണ്ണ് കാണാൻ പോവുക. നാളെ കന്നിമാസം തുടങ്ങുക. ആരും പെണ്ണ് കാണാൻ സമ്മതിക്കില്ല. 5 മണി കഴിഞ്ഞ രാഘുവാലം തുടങ്ങുക. ഇനി 25 മിനിറ്റേ ഉള്ളൂ. അതിനു മുമ്പ് പെണ്ണ് കണ്ടാൽ നടക്കും, ഇല്ലെങ്കിൽ ഈ വർഷം തോക്കും ചൂണ്ടി നടക്കാം. അമ്മേ, എന്താ ഇത്? കന്നിമാസം കർക്കിടക മാസം വെറുതെ. യൂണിഫോം ഇട്ടേക്കുന്ന കണ്ടില്ലേ? ഇത് വിട്ടുകൊണ്ട് ആരെങ്കിലും പെണ്ണ് കാണാൻ പോവോ? ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുത്ത് മയങ്ങി നല്ല ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയാ പോരേമേ. വയസ്സ് കൂടിക്കൊണ്ടിരിക്കല്ലേ മോനെ? അമ്മേ, ഒരു ദിവസം കൊണ്ട് വയസ്സൊന്നും കൂടാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് കുറച്ചേരം മിണ്ടാതിരിക്കോ? 4ാമത്തെ ഗിയർ ചേഞ്ച് കരോ. വി ഹാവ് ഗോട്ട് ഓൺലി 20 മിനിറ്റ്സ്. ഈ അപ്പാർട്ട്മെന്റ് സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ടല്ലോ. സ്റ്റോപ്പ് കരോ, സ്റ്റോപ്പ് കരോ. നമസ്കാരം 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 നമസ്കാരം. ചെറുക്കൻ വന്നില്ലേ? ഇതാണ് ചെറുക്കൻ. ഓ, ഇതാണോ ചെറുക്കൻ? പാന്റും ഷർട്ടും ഒക്കെ കണ്ടിട്ട് എന്തോ വഴക്കുണ്ടാക്കിയിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ. വരൂ വരൂ പ്ലീസ്. വാ മോനെ. നടന്നു നടന്നു. ഞാൻ വരാം. ഇവിടെ ഇവിടെ വാ വാ. എന്തിനാ പേടിക്കുന്നേ?
ചുമ്മാ ഇരിക്കേ. എൻട്രൻസിലെ 3 വിക്കറ്റ് ഔട്ട്. വരൂ. രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പെണ്ണിനെ കാണണ്ടേ? അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആ പെണ്ണിനെ വിളിച്ചോ? വിളിക്കേ. നിഷേ. അവർക്ക് കൊടുക്കും മോളെ. താങ്ക്സ്. ഇരിക്കും മോളെ. പെണ്ണിനോട് ഒരു പാട്ട് പാടാൻ പറയട്ടെ. ആ ഏതെങ്കിലും നല്ലൊരു പാട്ട് പാടാം. ചെറുക്കൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ജനഗണമനയെ പാടാൻ പറ്റൂ. പണി കിട്ടി. എന്താടാ സന്തോഷായില്ലേ? പിന്നെ നല്ല രസമുണ്ടല്ലേ? അച്ഛാ വീട്ടിലെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ തരാം മോനെ. 022 261 864476. ആ പറയൂ മോനെ. ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കേ. ആ ചെറുക്കനാ വിളിക്കുന്നേ. ആ പറയൂ മോനെ. അത് സാർ നിങ്ങളുടെ മോള് നല്ല സുന്ദരിയാണ്. കേട്ടില്ലേ? എന്നാ സുന്ദരിയാണല്ലേ? എന്റെ ടേസ്റ്റും അതിന്റെ ടേസ്റ്റും അങ്ങനെയോ? കുറച്ച് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മാച്ച് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും എന്നെക്കാളും നല്ലൊരു ചെറുക്കനെ കിട്ടാതിരിക്കില്ല സാർ. തെറ്റിദ്ധരിക്കരുത് സാർ. എന്താടാ ഇത്? നിനക്ക് ഈ ജന്മം കല്യാണം നടക്കും തോന്നുന്നില്ല. എടാ ആ പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു കാരണം നീ എന്നോടൊന്ന് പറഞ്ഞേ. 3 കാരണമുണ്ട് അച്ഛാ. എന്താ? ആ പെണ്ണിനും ചന്തിക്ക് താഴെ വരെ മുടിയുണ്ട്. ഇതൊക്കെ ഒരു കാരണമാണോ? അരയടി മുടിയുള്ള പെണ്ണുങ്ങൾ തന്നെ ഒന്ന് പുറത്തു പോകണമെങ്കിൽ 1 മണിക്കൂർ ചീപ്പ് വെച്ച് ഇങ്ങനെ ചീകി 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 സമയം കളയില്ലേ? ഇവൾക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ മുടിക്ക് മാത്രം 3 മണിക്കൂർ എടുക്കും. ഞാൻ പറഞ്ഞിട്ടാണോ ഇപ്പൊ എനിക്ക് കല്യാണം വേണമെന്ന് ഞാനാണോ നിങ്ങളോട് പറഞ്ഞത്? അതിന് ഭയങ്കര നാണവുമുണ്ട്. പല്ലിയേം പാറ്റയും ഒക്കെ പേടിയാന്നാ തോന്നുന്നത്. സ്വന്തം തന്തയെ അടിച്ചത് കണ്ടില്ലേടി നീ? അതെ, ചെറുപ്പത്തിലേ ശ്രദ്ധിക്കണമായിരുന്നു. അച്ഛനെ അടി എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു പഠിപ്പിച്ച്? നല്ലൊരു സ്റ്റൈല് പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചപ്പോ ഒരു നാട്ടം പുറത്തുകാരി പെണ്ണിനെ പോലെയാ ഉള്ളത്. ഇപ്പൊ എന്തിനടി ഇത്രയും കാശ്? ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.